മുഖാന്തരം മടുത്തു. ഇനി എനിക്ക് ജീവിക്കാൻ എങ്ങനെ പറ്റാനാ? എന്നെ കൊണ്ട് കഴിയുന്നില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ ഒരു അനുഭവത്തിന്റെ മതിൽ എനിക്ക് ചാടിക്കിടക്കാൻ കഴിയുന്നില്ല എന്നൊരു ചിന്തയോടെ എന്നെ ശ്രമിക്കുന്നവരോട് പറയുക. യെശയ്യാ പ്രവചനം 25-4 വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട്: ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിനു നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവനൊരു ദുർഗവും ദരിദ്രൻ അവന് കഷ്ടങ്ങളിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവുമായിരിക്കുന്നു. ശരണമായ കർത്താവ്. ഹല്ലേലൂയ. ഭയങ്കരന്മാരുടെ ചീറ്റൽ മുഖാന്തരം, അല്ല നിന്റെ വീടിനകത്ത് ആരുടെയും നിർജ്ജനമുള്ളതായ ഉദ്രവം മുഖാന്തരം, ഇല്ലെങ്കിൽ നിന്റെ വീടിനകത്ത് നിന്റെ പരിസരത്തിൽ നിന്നുള്ളതായ ഉദ്രവം മുഖാന്തരം, ഇല്ലെങ്കിൽ നിന്റെ ജോലി സ്ഥലത്തുണ്ടാകുന്ന നിനക്ക് വരുന്ന ഉദ്രവം മുഖാന്തരം, ഇല്ലെങ്കിൽ നിന്റെ ജീവിത സാഹചര്യങ്ങളിൽ നിനക്ക് ഉണ്ടാകുന്ന ഉദ്രവം മുഖാന്തരം നീ മടുത്തു. ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഒരു സ്റ്റെപ്പ് പോലും അതിനെനിക്ക് നീക്കാൻ പറ്റുന്നില്ല കർത്താവേ എന്ന് നീ ദൈവത്തോട് ചോദിക്കുന്നുണ്ടോ? ഈ ചീറ്റലിന് കർത്താവ് പറയുക, ഞാൻ നിനക്ക് ഈ കൊടുങ്കാറ്റിന്റെ നടുവിൽ ഞാൻ നിനക്കൊരു ശരണമാണ്, ഒരു കോട്ടയാണ്. ദൈവത്തിന്റെ കോട്ട നിന്നോട് കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ, എത്ര ശക്തിയോടെ നിന്റെ മതിലിന്റെ നേരെ, നിന്റെ ജീവിതമാകുന്ന മതിലിന്റെ നേരെ ആമേൻ കൊടുങ്കാറ്റ് വീശിയാലും അവിടെ ഒരു ദുർഗം വെളിപ്പെടും. അതെന്റെ യേശുവിന്റെ ശരണമായ കോട്ടയാണ്. ആ കോട്ട വെളിപ്പെട്ടാൽ ആർക്കും നിന്റെ വിശ്വാസ ജീവിതത്തെ നിന്നിൽ നിന്ന് തകർത്തു കളയാൻ കഴിയുകയില്ല. ഇന്ന് മകൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്കുണ്ടാകുന്ന ചീറ്റലുകളെ എനിക്കൊരു ശരണമായി, ഒരു കഷ്ടമായി അവര് തീരുമ്പോൾ എനിക്കൊരു ശരണമായി എന്റെ കർത്താവ് വെളിപ്പെടണം എന്നൊരാഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പ്രഭാതത്തിൽ തളർന്നിരിക്കുന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പാൻ ഈ വചനം ഒരു കാരണമായി തീരട്ടപ്പ. ചീറ്റലുകളുടെ മുമ്പിൽ, തകർന്ന മനസ്സിന്റെ മുമ്പിൽ ദൈവത്തിന്റെ അത്യുന്നതമായ ശക്തി ഈ പ്രഭാതത്തിൽ അയക്കണം. സ്വർഗം സഹായിക്കണം, സമാധാനം നൽകണം, ശക്തി നൽകണം, ബലം തരണം, കൃപയാൽ നിറയ്ക്കണം. ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ ഏത് ചീറ്റലുകൾ